मध्य प्रदेश के राज्यपाल मध्य प्रदेश गवर्नर मंगू भाई पटेल, मध्य प्रदेश मुख्यमंत्री शिवराज सिंह चौहान, കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വനി വൈഷ്ണവ്, ഇവിടെ സന്നിഹിതരായ മറ്റ് പ്രമുഖരെ, സഹോദരങ്ങളെ, ഇന്ന് ഭോപ്പാലിനും മധ്യപ്രദേശിനും രാജ്യത്തിന് മുഴുവനും മഹത്തായ ചരിത്രത്തിൻ്റെയും മഹത്തായ ഭാവിയുടെയും സംഗമ ദിനമാണ്. भाई और बहनों, आज का दिन भोपाल के लिए, मध्य प्रदेश के लिए और पूरे देश के लिए गौरवपूर्ण इतिहास और वैभवशाली भविष्य के संगम का दिन है. ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി എത്ര ആധുനികമാണ്, എത്ര ശോഭനമാണ്. അതിൻ്റെ പ്രതിഫലനം ഭോപ്പാലിലെ ഈ മഹത്തായ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് ദൃശ്യമാകും. इसका प्रतिबिंब भोपाल के इस भव्य रेलवे स्टेशन में जो भी आएगा उसे दिखाई देगा. ഭോപ്പാലിലെ ഈ ചരിത്ര റെയിൽവേ സ്റ്റേഷൻ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, ഗിന്നൂർഗഡിലെ രാജ്ഞി കമലാപതിജിയുടെ പേര് ഈ സ്റ്റേഷനോട് ബന്ധിപ്പിക്കുക വഴി കൂടുതൽ നവോന്മേഷം ലഭിക്കുന്നു, കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനവും ഗ്വാണ്ട്വാനയുടെ അഭിമാനത്തോടൊപ്പം ചേർത്തിരിക്കുന്നു. രാജ്യം ഇന്ന് ആദിവാസി അഭിമാന ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഇത് സംഭവിച്ചത്. ഇതിനായി മധ്യപ്രദേശിലെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും, പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. जनजातीय गौरव दिवस मना रहा है. इसके लिए मध्य प्रदेश के सभी बहनों भाइयों को विशेष रूप से जनजातीय समाज को बहुत बहुत बधाई देता हूं. साथियों, आज यहां സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ നടന്ന ഈ പരിപാടിയിൽ ഭോപ്പാൽ റാണി കമലാപതി ബർഖേഡ ലൈനിന്റെ ട്രിപ്പിൾ വൽക്കരണം, ഗുണ ഗോളിയാർ സെക്ഷൻ വൈദ്യുതീകരണം, ഫത്തേഹാബാദ് ചന്ദ്രാവതി ഗഞ്ച് ഉജ്ജയിൻ മതേല നിമർഖേഡി സെക്ഷൻ വൈദ്യുതീകരിച്ച് ബ്രോഡ് ഗേജാക്കി മാറ്റിയ പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. बिजलीकरण और उसे ब्रॉडगेज में बदलने के प्रोजेक्ट्स का भी लोकार्पण हुआ है. इन सभी सुविधाओं के बनने से मध्य प्रदेश के सबसे व्यस्त रेल रूट में से एक पर दबाव कम होगा और पर्यटन. ഈ സൗകര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നതോടെ മധ്യപ്രദേശിലെ ഏറ്റവും തിരക്കേറിയ റെയിൽ റൂട്ടുകളിൽ ഒന്നിലെ സമ്മർദ്ദം കുറയുകയും വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും മഹാകാലിന്റെ നഗരമായ ഉജ്ജയിനും രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിനുമിടയിൽ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ ആയിരക്കണക്കിന് ദൈനംദിന യാത്രക്കാർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. हजारों यात्रियों को सीधा लाभ होगा. अब इंदौर वाले ഇപ്പോൾ ഇൻഡോറിലെ ജനങ്ങൾക്കും മഹാകാൽ ക്ഷേത്രം സന്ദർശിച്ച ശേഷം കൃത്യസമയത്ത് മടങ്ങാൻ കഴിയും. കൂടാതെ ദിവസേന ഇരു ദിശകളിലേക്കും യാത്ര ചെയ്യുന്ന ജീവനക്കാർ, ബിസിനസ്സുകാർ, തൊഴിലാളി സഹോദരങ്ങൾ എന്നിവർക്കും ധാരാളം സൗകര്യങ്ങൾ ലഭിക്കും. बहुत बड़ी सुविधा होगी. बहनों और भाइयों, भारत कैसे बदल रहा है, सपने कैसे सच हो सकते हैं, ये देखना हो तो आज इसका एक उत्तम उदाहरण भारतीय रेलवे भी बन रहा है. സഹോദരീ സഹോദരന്മാരെ,
ഇന്ത്യ എങ്ങനെ മാറുന്നുവെന്നും സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാകുന്നുവെന്നും കണ്ടു മനസ്സിലാക്കാനുള്ള ഇന്നത്തെ ഏറ്റവും നല്ല ഉദാഹരണമായി ഇന്ന് ഇന്ത്യൻ റെയിൽവേ മാറുകയാണ്. 6-7 വർഷം മുൻപ് വരെ ഇന്ത്യൻ റെയിൽവേയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അദ്ദേഹം എപ്പോഴും ഇന്ത്യൻ റെയിൽവേയെ ശപിക്കുന്നതോ മറ്റോ പറയുന്നതും കാണാമായിരുന്നു. സ്റ്റേഷനിൽ തിരക്ക്, അഴുക്ക്, മണിക്കൂറുകളോളം ട്രെയിൻ കാത്തുള്ള ടെൻഷൻ, സ്റ്റേഷനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അസൗകര്യം, തീവണ്ടിക്കുള്ളിലെ ചോർച്ചയും സുരക്ഷയെക്കുറിച്ചുള്ള വേവലാതിപ്പെടലും, ആളുകൾ ബാഗുകൾക്കൊപ്പം ചങ്ങലയും കരുതുന്നത് കണ്ടിട്ടുണ്ടാകും, അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം, ഇതെല്ലാം, അതായത് റെയിൽവേയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഇതേ ചിത്രം എൻ്റെ മനസ്സിൽ പണ്ട് ഉയർന്നു വന്നിരുന്നു. പക്ഷേ സാഹചര്യം മാറുമെന്ന പ്രതീക്ഷ പോലും ജനങ്ങൾ കൈവിടുന്ന തരത്തിൽ സ്ഥിതിഗതികൾ എത്തിയിരുന്നു. നമുക്കിങ്ങനെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നായിരുന്നു ജനങ്ങൾ കരുതിയിരുന്നത്. ഇതെല്ലാം ഇങ്ങനെ തന്നെ പോകും എന്ന് അവർ കരുതി. എന്നാൽ രാജ്യം ആത്മാർത്ഥമായി ആ നേട്ടത്തിനായി കൈകോർക്കുമ്പോൾ ദൃഢനിശ്ചയങ്ങൾ അപ്രകാരമെങ്കിൽ പുരോഗതി വരുന്നു, മാറ്റം സംഭവിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇത് തുടർച്ചയായി കാണുന്നു. ईमानदारी से संकल्पों की सिद्धि के लिए जुड़ता है तो सुधार आता ही आता है, परिवर्तन होता ही होता है. ये हम बीते सालों से निरंतर देख रहे हैं. साथियों, देश के सामान्य സുഹൃത്തുക്കളെ, രാജ്യത്തെ സാധാരണക്കാരന് ആധുനികമായ അനുഭവം നൽകുന്നതിന് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളുടെ, രാവും പകലും ഞങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലം ഇപ്പോൾ ദൃശ്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ അവതാരം രാജ്യവും ലോകവും കണ്ടു. ഇന്ന് രാജ്യത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ്, രാജ്യത്തെ ആദ്യത്തെ PPP മോഡൽ അധിഷ്ഠിത റെയിൽവേ സ്റ്റേഷൻ മധ്യപ്രദേശിലെ ഭോപ്പാലിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷന്റെ രൂപത്തിൽ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ മാത്രം ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തുകയാണ്. ആധുനിക ടോയ്ലറ്റുകൾ, മികച്ച ഭക്ഷണ പാനീയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഹോട്ടലുകൾ, മ്യൂസിയങ്ങൾ, ഗെയിം സോണുകൾ, ആശുപത്രികൾ, മാളുകൾ, സ്മാർട്ട് പാർക്കിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. वो आज रेलवे स्टेशन में मिल रही है. आधुनिक टॉयलेट, बेहतरीन खाना पीना, शॉपिंग कॉम्प्लेक्स, होटल, म्यूजियम, गेमिंग जोन, हॉस्पिटल, मॉल, स्मार्ट पार्किंग, ऐसी हर सुविधा यहां विकसित की जा रही है. इसमें भारतीय रेलवे का पहला सेंट्रल एयर कॉन्कोर्स बनाया गया है. ഇതിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സെൻട്രൽ എയർ കോൺകോഴ്സ് നിർമ്മിച്ചു. നൂറുകണക്കിന് യാത്രക്കാർക്ക് ഒരുമിച്ചിരുന്ന് തീവണ്ടി കാത്തു നിൽക്കാം. എല്ലാ പ്ലാറ്റ്ഫോമുകളും ഈ കോൺകോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനാൽ യാത്രക്കാർ അനാവശ്യമായി ഓടേണ്ടി വരില്ല. इसलिए यात्रियों को अनावश्यक भागदौड़ करने की जरूरत नहीं होगी. भाइयों और बहनों, സഹോദരീ സഹോദരന്മാരെ, സമാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സമാന സൗകര്യങ്ങൾ രാജ്യത്തെ സാധാരണ നികുതിദായകർ, രാജ്യത്തെ ഇടത്തരക്കാർ എന്നിവർ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇതാണ് നികുതിദായകന് കൊടുക്കാവുന്ന യഥാർത്ഥ ആദരവ്. VIP സംസ്കാരത്തിൽ നിന്ന് EPIയിലേക്കുള്ള പരിവർത്തനത്തിന്റെ മാതൃകയാണിത്. VIP कल्चर से EPI यानी एवरी पर्सन इज इंपॉर्टेंट, EPI की तरफ ट्रांसफॉर्मेशन का यही मॉडल है.
रेलवे എവരി പേഴ്സൺ ഇമ്പോർട്ടൻ്റ്, അതായത് ഓരോ വ്യക്തിയും പ്രധാനമാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും ഇതുപോലെ മാറ്റിമറിക്കാൻ രാജ്യത്തെ 200-ലധികം റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പുനർനിർമ്മിക്കപ്പെടുന്നു. से अधिक रेलवे स्टेशनों का कायाकल्प किया जा रहा है. साथियों, സുഹൃത്തുക്കളെ, ഇന്ന് വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വാശ്രയ ഇന്ത്യ എന്ന ദൃഢനിശ്ചയത്തോടെ വരും വർഷങ്ങളിൽ ഇന്ത്യ സ്വയം തയ്യാറെടുക്കുകയാണ്. तैयार कर रहा है. ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് റെക്കോർഡ് നിക്ഷേപം നടത്തുക മാത്രമല്ല, आज का भारत പദ്ധതികൾ കാലതാമസം വരുത്താതിരിക്കാനും തടസ്സമില്ലെന്നും ഉറപ്പാക്കുകയാണ് ഇന്നത്തെ ഇന്ത്യ. रिकॉर्ड इन्वेस्टमेंट तो कर ही रहा അടുത്തിടെ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ സങ്കല്പങ്ങളുടെ പൂർത്തീകരണത്തിന് രാജ്യത്തെ സഹായിക്കും. किसी तरह की बाधा ना आए. हाल में शुरू हुआ पीएम गति शक्ति नेशनल मास्टर प्लान इसी संकल्प की सिद्धि में देश की मदद करेगा. इंफ्रास्ट्रक्चर से जुड़ी सरकार की नीतियां हो, बड़े അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയങ്ങൾ, उन पर വൻകിട പദ്ധതികളുടെ ആസൂത്രണം, അവയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ ഇതിലെല്ലാം എല്ലാവരെയും നയിക്കും. दर्शन करेगा. നമ്മൾ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ मास्टर प्लान രാജ്യത്തിന്റെ വിഭവങ്ങളും ശരിയായി വിനിയോഗിക്കപ്പെടും. तो PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിന് കീഴിൽ സർക്കാർ വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. गति शक्ति വിവിധ പദ്ധതികളുടെ വിവരങ്ങൾ കൃത്യസമയത്ത് എല്ലാ വകുപ്പുകളിലും എത്തിക്കുന്നതിനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. अलग मंत्रालयों को एक प्लेटफॉर्म पर ला रही है. अलग अलग प्रोजेक्ट्स की जानकारी हर डिपार्टमेंट को समय पर मिले, इसके लिए भी व्यवस्था बनाई गई है. साथियों, रेलवे स्टेशंस के रीडेवलपमेंट का ये अभियान भी सिर्फ स्टेशन की सुविधाओं तक सीमित नहीं है, बल्कि इस तरह का निर्माण गति शक्ति नेशनल मास्टर प्लान का भी हिस्सा है. സുഹൃത്തുക്കളെ, आजादी के റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന്റെ ഈ ഡ്രൈവ് സ്റ്റേഷൻ इंफ्रास्ट्रक्चर के निर्माण സൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. जो देश के विकास അത്തരം നിർമ്മാണം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ്. ये गति സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് मल्टी രാജ്യത്തിന്റെ വികസനത്തിന് അഭൂതപൂർവമായ വേഗത നൽകാൻ കഴിയുന്ന അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു യജ്ഞമാണിത്. अब जैसे रानी ഈ ആക്കം മൾട്ടി മോഡൽ കണക്ടിവിറ്റിയുടെ ഒരു സമഗ്രമായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെതാണ്. ഇപ്പോൾ റാണി കമലപതി റെയിൽവേ സ്റ്റേഷൻ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. की सुविधा बनाई. ഇവിടെ വൻതോതിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. भोपाल मेट्रो से भी ഭോപ്പാൽ മെട്രോയുമായുള്ള അതിന്റെ കണക്ടിവിറ്റിയും ഉറപ്പാക്കുന്നു. निश्चित की जा रही റെയിൽവേ സ്റ്റേഷനെ ബസ് മോഡുമായി സംയോജിപ്പിക്കുന്നതിന് സ്റ്റേഷനിൽ ഇരുവശങ്ങളിലും BRTS പാതകളുണ്ട്. एकीकरण के लिए അതായത് അത് യാത്രയായാലും ലോജിസ്റ്റിക് ആയാലും എല്ലാം ലളിതവും എളുപ്പവും തടസ്സമില്ലാത്തതുമായിരിക്കണം. यानी ഈ ദിശയിൽ നിരന്തരം ശ്രമം നടക്കുന്നു. या लॉजिक ഇത് സാധാരണ ഇന്ത്യക്കാർക്ക് ജീവിതം സുഗമമാക്കാൻ പോകുന്നു. सीमलेस റെയിൽവേയുടെ പല പദ്ധതികളും ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനുമായി ഒരേ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. सामान्य हिंदुस्तानी के लिए ईज ऑफ लिविंग सुनिश्चित करने वाला है. मुझे खुशी है कि रेलवे के अनेकों प्रोजेक्ट्स को इसी तरह गति शक्ति नेशनल मास्टर प्लान से जोड़ा जा रहा है. साथियों, एक जमाना था जब रेलवे के इंफ्रास्ट्रक्चर प्रोजेक्ट्स को भी ड्राइंग बोर्ड से जमीन पर उतरने में ही सालों साल लग जाते थे. സുഹൃത്തുക്കളെ, हर महीना റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പോലും ഡ്രോയിങ് ബോർഡിൽ നിന്ന് ഇറങ്ങാൻ വർഷങ്ങൾ തന്നെ എടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏത് പ്രോജക്റ്റ് എവിടെ എത്തിയെന്ന് ഇപ്പോൾ ഞാൻ എല്ലാ മാസവും പ്രോഗ്രാം പ്രോഗ്രസ് അവലോകനം ചെയ്യുന്നു.
35-40 വർഷം മുൻപ് പ്രഖ്യാപിച്ച ചില റെയിൽവേ പദ്ധതികൾ എൻ്റെ മുന്നിൽ വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 40 വർഷമായിട്ട് കടലാസിൽ വര പോലും വരച്ചിട്ടില്ല. ശരി, ഇപ്പോൾ ഈ ജോലി എനിക്ക് ചെയ്യണം. ഞാനത് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ വേഗതയും കൃത്യതയുമുണ്ട്. സമയത്തിന് അവ പൂർത്തിയാക്കുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. കിഴക്കു പടിഞ്ഞാറൻ സമർപ്പിത ചരക്ക് ഇടനാഴികൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. രാജ്യത്തെ ഗതാഗതത്തിന്റെ ചിത്രം മാറ്റാൻ ശേഷിയുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വർഷങ്ങളോളം വേഗത്തിൽ പൂർത്തിയായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 6-7 വർഷത്തിനിടെ 1100 കിലോമീറ്ററിലധികം പാത പൂർത്തീകരിക്കുകയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയും ചെയ്യുന്നു. 1100 किलोमीटर से अधिक रूट को पूरा किया जा चुका है और बाकी के हिस्से पर तेज गति से काम चल रहा है. साथियों, काम की यही गति आज दूसरे प्रोजेक्ट्स में भी दिखती है. बीते 7 सालों में हर वर्ष औसतन 2500 किलोमीटर ट्रैक कमीशन किया गया है. സുഹൃത്തുക്കളെ, അതേ വേഗതയാണ് മറ്റു പദ്ധതികളിലും ഇന്ന് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഓരോ വർഷവും ശരാശരി 2500 കിലോമീറ്റർ ട്രാക്ക് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഇത് ഏകദേശം 1500 കിലോമീറ്റർ ആയിരുന്നു. റെയിൽവേ ട്രാക്കുകളുടെ വൈദ്യുതീകരണത്തിന്റെ വേഗത ഈ വർഷങ്ങളിൽ മുമ്പത്തേതിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. മധ്യപ്രദേശിലും റെയിൽവേയുടെ 35 പദ്ധതികളിൽ 11,000 കിലോമീറ്ററുകളോളം നീളമുള്ള പദ്ധതികൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രയോജനം കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും സംരംഭകർക്കും പ്രയോജനകരമാണ്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിദൂര പ്രദേശത്തിലേക്ക് റെയിൽവേ വഴി അയക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നാം കാണുന്നു. ഈ കർഷകർക്ക് ചരക്കു ഗതാഗതത്തിലും റെയിൽവേ ധാരാളം കിഴിവ് നൽകുന്നുണ്ട്. രാജ്യത്തെ ചെറുകിട കർഷകർക്കും ഇതിന്റെ നേട്ടം ഏറെയാണ്. അവർക്ക് പുതിയ വിപണികൾ ലഭിച്ചു. അവർക്ക് പുതിയ ശക്തി കരഗതമായി. माल ढुलाई में बहुत छूट भी दी जा रही है. इसका बहुत लाभ देश के छोटे किसानों को भी हो रहा है. उन्हें नए बाजार मिले हैं, उन्हें नया सामर्थ्य मिला है. साथियों, भारतीय रेल സുഹൃത്തുക്കളെ, ഇന്ത്യൻ റെയിൽവേ ദൂരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല. രാജ്യത്തിന്റെ സംസ്കാരം, രാജ്യത്തിന്റെ വിനോദസഞ്ചാരം, രാജ്യത്തിന്റെ തീർത്ഥാടനം എന്നിവയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന മാധ്യമമായി മാറുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഈ സാധ്യതകൾ ഇത്രയും വലിയ തോതിൽ ആരായുന്നത്. നേരത്തെ വിനോദസഞ്ചാരത്തിനായി റെയിൽവേ ഉപയോഗിച്ചാലും അത് പ്രീമിയം ക്ലബിൽ ഒതുങ്ങിയിരുന്നു. ടൂറിസത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും ദിവ്യ അനുഭവം ന്യായമായ തുകയ്ക്ക് സാധാരണക്കാരന് ആദ്യമായാണ് നൽകുന്നത്. രാമായൺ സർക്യൂട്ട് ട്രെയിൻ അത്തരത്തിലുള്ള ഒരു നൂതന ശ്രമമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാമായണ കാലഘട്ടത്തിലെ ഡസൻ കണക്കിന് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായി ആദ്യത്തെ രാമായണ എക്സ്പ്രസ് ട്രെയിൻ പുറപ്പെട്ടു. ഈ തീവണ്ടിയുടെ യാത്രയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ ആവേശമാണ്. कुछ दिन पहले पहली रामायण एक्सप्रेस ट्रेन देश भर में रामायण काल के दर्जनों स्थानों के दर्शन करने के लिए निकल चुकी है. इस ट्रेन की यात्रा को लेकर बहुत अधिक उत्साह देशवासियों में देखने को मिल रहा है. आने वाले दिनों में देश के अलग अलग हिस्सों से कुछ और रामायण एक्सप्रेस ट्रेनें भी चलने वाली है. यही नहीं,
विस्टाडोम ट्रेनों का अनुभव भी വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ രാമായണ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടാൻ പോവുകയാണ്. इंफ्रास्ट्रक्चर ഇത് മാത്രമല്ല, ऑपरेशन വിസ്താഡോം ട്രെയിനുകളുടെ അനുഭവവും ആളുകൾ हर ഇഷ്ടപ്പെടും. प्रकार के व्यापक रिफॉर्म की ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലും എല്ലാവിധത്തിലും വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ബ്രോഡ് ഗേജ് ശൃംഖലയിൽ നിന്ന് ആളില്ലാ ഗേറ്റുകൾ നീക്കം ചെയ്തത് വേഗത മെച്ചപ്പെടുത്തുകയും അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ഇന്ന് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ റെയിൽ ശൃംഖലയുടെ ഭാഗമായി മാറുകയാണ്. नेटवर्क का हिस्सा ആസാദിയുടെ അമൃത് മഹോത്സവത്തിൽ വരുന്ന 2 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 75 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനാണ് റെയിൽവേ ശ്രമിക്കുന്നത്. 75 അതായത് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ അതിൻ്റെ പഴയ പൈതൃകത്തെ ആധുനികതയുടെ നിറത്തിൽ വാർത്തെടുക്കുകയാണ്. यानी भारतीय रेल अब अपनी पुरानी विरासत को आधुनिकता के रंग में ढाल रही है. साथियों, बेहतर इंफ्रास्ट्रक्चर भारत की आकांक्षा ही नहीं बल्कि आवश्यकता है. इसी सोच के സുഹൃത്തുക്കളെ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ അഭിലാഷം മാത്രമല്ല, ആവശ്യവുമാണ്. के हजारों ഈ ചിന്തയോടെ റെയിൽവേ ഉൾപ്പെടെ ആയിരക്കണക്കിന് അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നമ്മുടെ സർക്കാർ അഭൂതപൂർവമായ നിക്ഷേപം നടത്തുകയാണ്. आधुनिक होता इंफ्रास्ट्रक्चर ഇന്ത്യയുടെ ആധുനികവൽക്കരിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സ്വാശ്രയത്തിന്റെ സങ്കല്പങ്ങൾ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. पहुंचाएगा. एक ഒരിക്കൽ കൂടി आप सभी ആധുനിക റെയിൽവേ സ്റ്റേഷന്റെയും പുതിയ നിരവധി റെയിൽവേ സർവീസുകളുടെ കാര്യത്തിലും ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ മാറ്റം സ്വീകരിച്ചതിന് सेवाओं की റെയിൽവേയുടെ മുഴുവൻ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ മാറ്റം യാഥാർത്ഥ്യമാക്കിയതിന് മുഴുവൻ റെയിൽവേ ടീമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നിറഞ്ഞ ആശംസകൾ നേരുന്നു. വളരെ വളരെ നന്ദി. इस परिवर्तन को साकार करने के लिए रेलवे की जो पूरी टीम नए उत्साह के साथ जुटी है, मैं उनका भी अभिनंदन करता हूं, उनको भी बहुत बहुत धन्यवाद देता हूं.